നമ്മൾ പോയിന്റ് വൈസ് കൺവേർജൻസ് എന്താണ്, യൂണിഫോം കൺവേർജൻസ് എന്താണെന്ന് പറഞ്ഞു. പോയിന്റ് വൈസ് കൺവേർജൻസ് ആണെങ്കിൽ നമ്മൾ ഒരു എ എന്നുള്ള സെറ്റിൽ എഫ് എൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് കൺവേർജൻ്റ് ആകുന്ന സെറ്റുകളെ നമ്മൾ എ നോട്ട് എന്ന് വിളിച്ചാൽ എഫ് എന്ന് പറയുന്ന എ നോട്ടിൽ നിന്ന് ആറിലോട്ടുള്ളൊരു ഫംഗ്ഷൻ. എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എന്ന് പറയുന്നത് എപ്സിലോണെ എക്സ് എന്നെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് കിട്ടിയാൽ മതി. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ഓഫ് എക്സ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എപ്സിലോണെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ കൺവേർജൻസ് യൂണിഫോം ആണ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇനി നമുക്ക് യൂണിഫോം നോം ഓഫ് എ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ബൗണ്ടഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ആർ, അത് ബൗണ്ടഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ എന്നുള്ള സെറ്റ്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നുള്ളതല്ലേ, ഈ സെറ്റ് ബൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എ എന്നുള്ള സെറ്റ്, അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ, A is a subset of R and phi is a function from A to R. Phi is bounded on A if phi of A is bounded. അപ്പോൾ phi ഒരു ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ ബൗണ്ടഡ് സെറ്റിനാണ് നമ്മൾ യൂണിഫോം നോം ഡിഫൈൻ. അപ്പോൾ phi ഒരു ബൗണ്ടഡ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, phi of A ബൗണ്ടഡ് ആണ്. phi of A ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ phi of x വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ എന്നുള്ള സെറ്റിന് അതിൻ്റെ അകത്തെ എലമെൻറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ അകത്തെ എലമെൻറ്റുകൾ നമ്മൾ എടുത്താൽ അത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം എം ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ phi എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിഫോം നോം ഡിഫൈൻ ചെയ്യുന്നത്, അതിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത് ഡബിൾ, നോമിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ഡബിൾ. നമ്മൾ റീമാൻ ഇൻറ്റഗ്രേഷൻ അതൊക്കെ നോം പറഞ്ഞപ്പോൾ ഡബിൾ ലൈൻ അല്ലേ വെച്ചപ്പോൾ നോം ഓഫ് എ ഫംഗ്ഷൻ, യൂണിഫോം നോം ഓഫ് എ ഫംഗ്ഷൻ ഓൺ എ ഈസ്, അത് നൊട്ടേഷൻ ഓൺ ദ സെറ്റ് എ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് നോം കഴിഞ്ഞിട്ട് എ എന്നൊരു സിമ്പിൾ ഇടും. ഈ സുപ്രീമം ഓഫ് ഓൾ phi of x, no modulus of phi of x where x element of a, അതായത് phi of xകളുടെ എല്ലാത്തിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ ഏറ്റവും വലുത് phi of x എന്ന് പറയുന്നത് phi of എയുടെ സെറ്റ് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്കറിയാം phi of xൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. അതിൻ്റെ മാക്സിമം വരുന്ന എന്താണോ അതിനെയാണ് നമ്മൾ സുപ്രീമമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ സുപ്രീമം ഓഫ് phi of x നെയാണ് നമ്മൾ യൂണിഫോം നോം ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂണിഫോം നോം ഓഫ് phi ഒരു നോം ഓഫ് എ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഈഫ് ആൻഡ് ഓൺലി ഇഫ് മോഡുലസ് ഓഫ് phi ഓഫ് എക്സ്, നോം ഓഫ് എ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഈ സുപ്രീമൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, സുപ്രീമൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ മോഡുലസ് phi ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് പറയാൻ പറ്റും. നോം എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് phi ഓഫ് എക്സ്. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, സുപ്രീമം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. കാരണം സുപ്രീമം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട്, അത് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ ഓരോന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയിരിക്കണം. അതാണ് ഈ നോമിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നോം എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ നോം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് സുപ്രീമം ഓഫ് ഓൾ മോഡുലസ് ഓഫ് phi ഓഫ് എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ, അതിനെയാണ് നമ്മൾ നോം ഓഫ് ദി ഫംഗ്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ലെമ്മ 3 നമ്മൾ നോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ്. എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻ എഫ് എൻ, a sequence of bounded function on A converges uniformly on A. Fn converges uniformly to F if and only if. അതൊരു if and only if കണ്ടീഷൻ ആയിട്ട് പറയുന്നത് യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓൺ എ കൺവേർജസ് ടു 0. അപ്പം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ if and only if യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓൺ എ കൺവേർജസ് ടു 0. അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി സപ്പോസ് ചെയ്യുവാണ്. സപ്പോസ് ദാറ്റ് സീക്വൻസ് എഫ് എൻ converges uniformly on A to F. എയിൽ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ആണെന്ന് പറയാം. എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എക്സ് ആണെങ്കിൽ ഓരോ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എന്ത് പറയാം, ദെയർ എക്സിസ്റ്റ് എ കെ എപ്സിലോൺ ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ ഓൺലി സച്ച് ദാറ്റ് ഇഫ് എൻ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ.
അല്ലേ? വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ എക്സ് എലമെൻറ്റ് ഓഫ് എയും ആണ്, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോണും ആണെങ്കിൽ മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ആണെങ്കിൽ അതിൻ്റെ യൂണിഫോം നോം, ഈ എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ യൂണിഫോം നോമും ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാൻ മേലെ. മോഡുലസ് വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ യൂണിഫോം നോമും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ എന്ന് പറയാമല്ലോ. n ഗ്രേറ്റർ ദാൻ കെ എപ്സിലോൺ ആണെങ്കിലാണ് ഈ കണ്ടീഷൻ ഉള്ളത്. ഈ കണ്ടീഷൻ മോഡ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, യൂണിഫോം നോമ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ഉള്ളപ്പോൾ യൂണിഫോം നോമ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയുമ്പോൾ അത് ടെൻസ് ടു 0 എന്ന് പറയാൻ മേലെ. ഒരു പർട്ടിക്കുലർ നമുക്കറിയാം 0 ലെസ് ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് എ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നോം എപ്പോഴും പോസിറ്റീവാണ്. മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ആർബിട്രറി എപ്സിലോൺ. അപ്പോൾ ഇത് കൺവേർജസ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 ഇഫ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എ എന്ന് പറയും. അപ്പം നമ്മൾ എന്താ എടുത്തത്, എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ഓൺ എ ടു എഫ് എന്ന് അസ്യൂം ചെയ്തു. എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ഓൺ എ ടു എഫ് എന്ന് എടുത്തപ്പം നമുക്ക് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, നമുക്കൊരു കെ എപ്സിലോൺ ഡെഫിനിഷൻ അനുസരിച്ച് കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ ഉണ്ട്. ഇനി മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് നോമും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ് യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. ഈ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ആർബിട്രറി നമ്പർ ആയതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 എന്ന് പറയാൻ പറ്റും. ഇനി അസ്യൂം ദാറ്റ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്, യൂണിഫോം നോം 0 പോവാണ്. യൂണിഫോം നോം എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0. അപ്പോൾ നമുക്ക് ഗീവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എന്ത് പറയാം, ദെയർ എക്സ് എ നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലോൺ സച്ച് ദാറ്റ് ഇഫ് n ഗ്രേറ്റർ ദാൻ, നമ്മൾ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓരോ എപ്സിലോൺ ഈ നോം ഒരു നോം 0 പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ നമുക്ക് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഒരു പർട്ടിക്കുലർ വാല്യൂ 0 പോവുക എന്ന് കൺവേർജസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് മൈനസ് 0യുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എക്സ് കൊടുക്കുമ്പോൾ എക്സും നമുക്ക് നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോം എന്ന് പറയുന്നത് ഇതിൻ്റെ സുപ്രീമോ അല്ലേ, മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സുകളുടെ സുപ്രീമോ ആണ് നോം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആയതുകൊണ്ട് ഓരോ മോഡുലസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ. അത് യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അല്ലേ, എപ്സിലോണെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എച്ച് എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റി സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. Therefore we can say that എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ്. അപ്പോൾ നമ്മൾ ഇത് കൺവേർജസ് ടു 0 നോം കൺവേർജസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ നോമിൻ്റെ വാല്യൂ മൈനസ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് പറയാം. ഇത് മൈനസ് 0 ആയതുകൊണ്ട് നമ്മൾ ഈ നോമിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എടുത്തു. നോമിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അത് ഈ ഡെഫിനേഷൻ നമ്മളിവിടെ ഡെഫിനേഷൻ പറഞ്ഞതാണ് നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഈഫ് ആൻഡ് ഓൺലി മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോണിൽ നിന്ന് നമുക്ക് ഇത് കിട്ടി. അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ വന്നപ്പോഴെല്ലാം എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടും കിട്ടി. എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ആണെങ്കിൽ നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് 0 ആണെന്ന് കിട്ടി. നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 ആണെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് എന്നും കിട്ടി. ഇനി നമുക്ക് കോഷീസ് ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കൺവേർജൻസ് ആണ്. കോഷീസ് ക്രൈറ്റീരിയ അത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആയിട്ട് പഠിക്കേണ്ട ഒരു തിയറമാണ്. കോഷീസ് ക്രൈറ്റീരിയ ഫോർ ഈ മൊഡ്യൂളിനത് വളരെ കുറച്ച് തിയറം. സെക്കൻഡ് പാർട്ടിൽ ഒരു തിയറത്തിൻ്റെയും പ്രൂഫ് പഠിക്കാനില്ല. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിലുള്ള ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫേ മെയിനായിട്ട് ഈ ഒരു തിയറമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്.
അപ്പോൾ കോഷീസ് ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കൺവേർജൻസ്. അപ്പോൾ സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ്. ആ ബൗണ്ടഡ് എന്നുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് നോം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ബൗണ്ടഡ് എന്നുള്ളത് പറയാൻ മറന്നു പോകരുത്. അപ്പോൾ സീക്വൻസ് എഫ് എൻ ബി എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ എ സബ്സെറ്റ് ഓഫ് ആർ. Then this sequence converges uniformly on A to a bounded function f. Fn converges uniformly to f if and only if for every epsilon greater than 0 there is a number h epsilon. ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എച്ച് എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും. എച്ച് എപ്സിലോൺ ഇൻ എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എച്ച് എപ്സിലോൺ സച്ച് ദാറ്റ് ഇഫ് m, n greater than h epsilon then norm of fm minus norm of fn is less than or equal to epsilon. ഇതാണ് പറഞ്ഞേക്കുന്നത്. എ സീക്വൻസ് ഓഫ് ബൗണ്ടഡ് ഫംഗ്ഷൻ കൺവേർജസ് ടു എ bounded function small. You converges uniformly to a bounded function smaller if and only if for every epsilon greater than 0 there exists an h epsilon element of n such that if m and n greater than h epsilon then uniform norm of fm minus fn on a is less than or equal to epsilon. ഇത് പ്രൂഫ് ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുവാണ്, ഫസ്റ്റ് നമ്മൾ ഇത് സപ്പോസ് ചെയ്യുക. സപ്പോസ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ. ഓൺ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മളിപ്പം കണ്ടതാണ്, നമ്മൾ ലെമ്മ 3യിൽ കണ്ടതാണ്. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ ലെമ്മ 3 ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് ടെൻസ് ടു 0. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് അതിന് നമുക്ക് ലെമ്മ അനുസരിച്ച് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി ഇംപ്ലൈസ് യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓൺ എ ടെൻസ് ടു 0. ഇപ്പം പഠിച്ച ലെമ്മ അനുസരിച്ച് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എ ആണെങ്കിൽ യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ടെൻസ് ടു 0 എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ടെൻസ് ടു 0 എന്ന് പറയാം. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ വരെ നമ്മളിവിടെ എപ്സിലോൺ ബൈ 2 എന്നാണ് എടുക്കുന്നത്. സച്ച് ദാറ്റ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ബൈ 2 ദെൻ യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എം എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 എന്ന് പറയാലോ. എഫ് എൻ കൺവേർജസ് ടു എഫ് ഓൺ എ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച ലെമ്മ അനുസരിച്ച് അതിൻ്റെ യൂണിഫോം നോം ടെൻസ് ടു 0 ആണ്. യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ടെൻസ് ടു 0. അപ്പം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ എപ്സിലോൺ ബൈ 2 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ബൈ 2 യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. അപ്പോൾ നമ്മൾ എമ്മും അങ്ങനെ തന്നെ എടുക്കുക. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ബൈ 2 ആണെങ്കിൽ യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് ഓൺ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 എന്ന് എടുക്കാമല്ലോ. ഇനി നമുക്ക് യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഓൺ എ എടുക്കും. അതിന് നമുക്ക് മോഡുലസ് എടുക്കാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് എടുക്കുവാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ എക്സ് എന്ന് എടുക്കാമല്ലോ. ഇനി ട്രയാങ്കിൾ ഇനിക്വാളിറ്റി അനുസരിച്ച് എഫ് എം ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൻ എക്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിഫോം നോം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയും. ഇവിടെ നിന്ന് മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പോൾ ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പോൾ നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പം മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് നമുക്ക് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്, മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഫോർ ഒരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പോൾ നമുക്ക് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്ക് ഈ കണ്ടീഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ടെൻസ് ടു 0 അല്ലെങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയാമല്ലോ. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട്, ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് ഈ യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ ബൈ 2 ആൻഡ് എന്ന് നമുക്ക് പറയാമല്ലോ. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് എൻ കൺവേർജസ് ടു എഫ് ആണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എച്ച് എപ്സിലോൺ പറയുന്നത് നമ്മൾ കെ എപ്സിലോൺ ബൈ 2 എടുത്തേക്കുന്നത്.
എമ്മും എന്നും ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ വരുമ്പോൾ യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പം നമ്മൾ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന് എടുത്തിട്ട് ലെമ്മ അപ്ലൈ ചെയ്തു. ലെമ്മ 3 വെച്ചിട്ട് ഇത് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും, ഇതും കിട്ടി. എന്നിട്ട് മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. ഇനി യൂണിഫോം നോം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് ഈ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അപ്പോൾ ഇത് രണ്ടും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇതിൻ്റെ യൂണിഫോം നോമും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ വി ഗോട്ട് uniform norm is less than or equal to epsilon for all m comma n greater than k epsilon by 2 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? കോൺവേഴ്സ്ലി നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? എഫ് എൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists h epsilon element of n such that if m comma n greater than h epsilon then യൂണിഫോം നോം ഓഫ് എഫ് എം മൈനസ് എഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് നമ്മൾ എമ്മും എന്നും ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ ആണെങ്കിൽ യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നമ്മൾ എടുക്കുകയാണ്. ഇനി ഇത് യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നമുക്ക് എടുത്താൽ നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സിൻ്റെ സുപ്രീമമാണിത് അല്ലേ? ഈ മോഡുലസുകളുടെ എല്ലാം സുപ്രീമം ഇതായതുകൊണ്ട് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എൻ എന്ന് പറയാലോ. മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സുകളുടെ സുപ്രീമത്തിനെയാണ് നമ്മൾ യൂണിഫോം നോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സിൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എം മൈനസ് എഫ് എൻ എന്നറിയാം. അത് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ. ഒരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പം മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ഫോർ ഓൾ എം കോമ എൻ ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ്റെ കണ്ടീഷനിൽ ഇതൊരു കോഷി സീക്വൻസാണ്. കോഷി സീക്വൻസുകളെല്ലാം കൺവേർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ എഫ് എൻ എക്സ് എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസാണ്. അത് കൺവേർജസ് ടു എഫ് എന്ന് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ സീക്വൻസ് എഫ് എൻ എക്സ് ഈസ് എ കോഷി സീക്വൻസ്. ഇത് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ഫോമിൽ വന്നേക്കുന്നതുകൊണ്ട് ഇതൊരു കോഷി സീക്വൻസ് ആണ്. കോഷി സീക്വൻസ് ആയതുകൊണ്ട് അത് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ എക്സ് നിർത്തും, ലിമിറ്റ് ഓഫ് എഫ് എൻ എക്സ് നിർത്തും. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മുടെ മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് എൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഉള്ളതിൻ്റെ അകത്ത് നമ്മൾ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എടുത്താൽ ലിമിറ്റ് ഓഫ് എഫ് എൻ എന്ന് പറയും. നമ്മൾ ഇതിൻ്റെ അത് എടുത്താൽ എഫ് എം എക്സ് ലിമിറ്റ് എടുക്കുമ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും. ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എം ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ എം ഗ്രേറ്റർ ദാൻ എച്ച് എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റി. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എം എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എം കിട്ടും. ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം എഫ് എം എക്സും എഫ് ഓഫ് എക്സും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. അപ്പോൾ ഇത് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് എച്ച് എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോണെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ കൺവേർജൻസ് യൂണിഫോം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Therefore എഫ് എൻ കൺവേർജസ് യൂണിഫോംലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ യൂണിഫോം കൺവേർജൻസ് ആണ് എന്ന് പറ്റും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് നമ്മൾ യൂണിഫോം നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂണിഫോം നോമാണ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ്. നമുക്ക് ഇതൊരു കോഷി സീക്വൻസിൻ്റെ കണ്ടീഷനാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. മോഡുലസ് ഓഫ് എസ് എം മൈനസ് എസ് എം ഫോം എന്ന് പറയുന്ന ഒരു കോഷി സീക്വൻസിൻ്റെ ഫോം ആണല്ലോ. അപ്പോൾ ഇതൊരു കോഷി സീക്വൻസ് ആയതുകൊണ്ട് അത് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറി. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് സീക്വൻസ് കൺവേർജസ് യൂണിഫോംലി. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ്. എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അപ്പം നമുക്ക്
ഈ സീക്വൻസ് നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ എഫ് എൻ ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാമല്ലോ. കാരണം എക്സ് വലുതാകും തോറും എഫ് എൻ എക്സ് വലുതായിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ലെമ്മ 3 നമുക്ക് അപ്ലൈ അല്ലെ, ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലെമ്മ 3 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് അപ്പം മൊത്തം റിയൽ നമ്പേഴ്സിന് നമുക്ക് എഫ് എന് ബൗണ്ടഡ് അല്ല. പക്ഷേ നമ്മൾ എ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എടുത്താൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 നമുക്കറിയാം ഇതിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0-ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0-ആണ്. അപ്പം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് ദി സെറ്റ് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് 0 എന്നല്ലേ വരുന്നത്. കാരണം ഇതിൻ്റെ ലിമിറ്റ് 0-ആണ്, എഫ് ഓഫ് എക്സ് 0-ആണ്. അപ്പം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് 0 വേർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്ന് നമുക്ക് പറയാമല്ലോ. ഇതിൻ്റെ സുപ്രീമമാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എക്സ് ബൈ എൻ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി ഇതിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 വരുമ്പോഴല്ലേ. കാരണം 0 തൊട്ട് 1 വരെ ഇതിൻ്റെ വാല്യൂസ് n ഫിക്സ് ചെയ്ത് വെച്ചാൽ എക്സ് 1 വരുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ വിച്ച് കൺവേർജസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ ആ ഇൻ്റർവൽ നമുക്ക് ഫുൾ റിയൽ നമ്പേഴ്സിനാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഇതെടുത്തപ്പോൾ അതിൻ്റെ യൂണിഫോം നോം 0 യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓൺ ദ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 കൺവേർജസ് ടു 0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സീക്വൻസ് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഇത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് ഫുൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഇത് നമുക്ക് പറ്റത്തില്ല. കാരണം അവിടെ ബൗണ്ടഡ് അല്ലാതുകൊണ്ട് യൂണിഫോം നോമൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എടുത്തപ്പോൾ അവിടെ നമുക്ക് അത് യൂണിഫോംലി കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി സെക്കൻഡ് വൺ, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, 1 വെൻ എക്സ് ഈക്വൽ ടു 1 അല്ലേ. കാരണം -1 1ൽ നമ്മളിത് കണ്ടതാണ്. അപ്പോൾ -1-ഉം 1-നും ഇടയ്ക്ക് എവിടെ വന്നാലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. 1ൽ അതിൻ്റെ വാല്യൂ എക്സ് 1 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ലിമിറ്റ് എഫ് എൻ എക്സ് എടുത്താൽ അതൊന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 വെൻ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1, 1 വെൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം. അപ്പം നമ്മൾ എഫ് എൻ എക്സ് നമ്മൾ 0-1 എന്നുള്ള ഇൻ്റർവൽ നമ്മൾ നോക്കുവാണെങ്കിൽ 0-ക്കും 1-നും ഇടയ്ക്കുള്ള വാല്യൂസ് എടുക്കുവാണെങ്കിൽ എഫ് എൻ എക്സ് ബൗണ്ടഡ് ആണ്. 1-ലും അത് ബൗണ്ടഡ് ആണ്. കാരണം 1-ൽ അതിൻ്റെ വാല്യൂ 1 അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം എഫ് എൻ ആൻഡ് എഫ് ആർ ബൗണ്ടഡ് ഓൺ എ അല്ലേ. എ എന്നുള്ള സെറ്റിൽ എഫ് എന്നും എഫും ബൗണ്ടഡ് ആണ്. ഇനി യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഓൺ എ എന്ന് പറയുമ്പം നമുക്ക് എന്ത് കിട്ടും? സുപ്രീമം ഓഫ് എഫ് എൻ ആയതിൻ്റെ അകത്ത് എക്സ് റൈസ് ടു എൻ മൈനസ് 0. ഇവിടെയാണെങ്കിലോ 1 - 1 അല്ലേ വരുന്നത്. വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, വെൻ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് യൂണിഫോം നോം എന്തായിട്ട് കിട്ടി? യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് എ ഈക്വൽ ടു ആദ്യത്തേത് സുപ്രീമം ഓഫ് എക്സ് റൈസ് ടു എൻ മൈനസ് 0 എന്നുകൊണ്ട് എക്സ് റൈസ് ടു എൻ വരും. അടുത്തത് 0 വെൻ എക്സ് ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. ഇനി നമുക്കറിയാം 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പം അതിൻ്റെ വാല്യൂസ് നമ്മൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്തായാലും 1-ൽ കൂടുതൽ വരാൻ പറ്റുന്നത്. കാരണം എക്സ് റൈസ് ടു എന്നിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0-ക്കും 1-നും ഇടയ്ക്ക് ആയതുകൊണ്ട് എക്സ് വലിയ വാല്യൂസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സുപ്രീമം എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എഫ് എൻ മൈനസ് എഫിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇത് ഡസ് നോട്ട് കൺവേർജസ് ടു 0 എന്ന് പറയാമല്ലോ. അപ്പോൾ ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല. നമ്മൾ ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ലെന്ന് നേരത്തെ -1 1 എന്നുള്ള ഇൻ്റർവലിൽ കാണിച്ചതാണ്. ഇവിടെ നമുക്ക് 0-1 എന്നുള്ള ഇൻ്റർവൽ എടുത്തപ്പോഴും എഫ് എന്നും എഫും തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അത് നമുക്ക് 0യോട് ടെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തത് ഇവിടെ നമ്മൾ അതിൻ്റെ എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ എടുത്തു. അപ്പം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് അപ്പോൾ എക്സ് എൻ മൈനസ് 0-യും 1 - 1-ഉം വരും. അപ്പോൾ അത് എക്സ് എന്നും 0-യും ആണ് വന്നത്. എക്സ് എന്നിൻ്റെ സുപ്രീം എടുത്തപ്പം 1 ആണ്. അതുകൊണ്ട് അത് യൂണിഫോംലി കൺവേർജൻ്റ് അല്ല എന്ന് നമുക്ക് കിട്ടി.
ഇനി മൂന്നാമത്തേത് എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ബൈ എൻ ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്താൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ലിമിറ്റ് ഓഫ് എഫ് എൻ എക്സ്. അത് ചെയ്തപ്പം നമുക്ക് എക്സ് സ്ക്വയർ ബൈ എൻ ഫോം 0 വരും, പിന്നെ നമുക്ക് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ എക്സ് എടുത്തു. ഇതിപ്പോൾ മൊത്തം എക്സ് റിയൽ നമ്പേഴ്സ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എടുത്താൽ ഇത് അൺബൗണ്ടഡ് ആണ്. അപ്പോൾ എഫ് എൻ എക്സ് ആൻഡ് എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ ആർ. പക്ഷേ നമ്മൾ ഇൻ്റർവൽ ഒന്ന് ചെറുതാക്കുവാണെങ്കിൽ അത് നമുക്ക് ബൗണ്ടഡ് ആയിട്ട് ഇഫ് നമ്മൾ എ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0,8 എടുത്താൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ 0,8 എടുത്താൽ എഫിൻ്റെ മാക്സിമം വാല്യൂ 8 ആണ്. ഇവിടെയാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ എഫ് എൻ എക്സ് 8ലാണ് ഏറ്റവും മാക്സിമം വാല്യൂ എടുക്കുന്നത്. അപ്പം 64 + 8x ബൈ എൻ ഫോമിലല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. വെൻ എഫ് എൻ ആൻഡ് എഫ് ആർ ബൗണ്ടഡ് ഓൺ എ എന്ന് നമുക്ക് പറയാം. ഇത് ബൗണ്ടഡ് ആണ്. ഇനി യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് അല്ലേ. എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീമം വാല്യൂ ആണ്. അപ്പോൾ എഫ് എൻ എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് മൈനസ് ബൈ എൻ ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ, ഇതാണ് സുപ്രീമം. അപ്പം സുപ്രീമം ഓഫ് എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എൻ എക്സ് മൈനസ് എൻ എക്സ് ബൈ എൻ വേർ എക്സ് എലമെൻറ്റ് ഓഫ് എ. അപ്പം എന്ത് വരും? സുപ്രീമം ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ബൈ എൻ, കാരണം എൻ എക്സും മൈനസ് എൻ എക്സും പോയി. എക്സ് സ്ക്വയർ ബൈ എൻ വേർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0,8. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ? 8 വരുമ്പോഴാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 64 ബൈ എൻ. പക്ഷേ ഡിനോമിനേറ്ററിൽ എൻ കിടക്കുന്നതുകൊണ്ട് ഇത് 0യിലോട്ട് പോകും. അപ്പോൾ യൂണിഫോം നോമ് 0യിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇത് യൂണിഫോം നോം എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 ആയതുകൊണ്ട് എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ടു എഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർത്ത് വൺ, എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ സൈൻ എൻ എക്സ് പ്ലസ് എൻ. ഇത് നമ്മൾ പോയിൻറ്റ് വൈസിൽ ഓൾറെഡി ചെയ്ത പ്രോബ്ലം. അപ്പോൾ നമ്മൾ ലിമിറ്റ് എഫ് എൻ എക്സിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് നിർത്തുക. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് 1 ബൈ എൻ സൈൻ എൻ എക്സ് പ്ലസ് എൻ. അത് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആണ്. ഇനി മോഡുലസ് ഓഫ് എഫ് എൻ മൈനസ് എഫ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഓൺ ആർ നമ്മളെടുത്താൽ അത് സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ആർ എന്ന് നമുക്ക് പറയാലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് എന്ന് പറയുന്നത് 1 ബൈ എൻ സൈൻ എൻ എക്സ് പ്ലസ് എൻ മൈനസ് 0 വെയർ എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആണ്. ഇനി നമുക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്, നമുക്ക് ഇതിൻ്റെ വാല്യൂ സൈൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇതും ലെസ് ദാൻ സുപ്രീമം ഓഫ് ദിസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ. കാരണം സൈൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇതിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ ഫോമിലേ വരുള്ളൂ. അതുകൊണ്ട് ഇത് കൺവേർജസ് ടു 0 എന്ന് പറയാം. ഇതിപ്പം മൊത്തം റിയൽ നമ്പേഴ്സിൽ ഇത് കൺവേർജൻ്റ് ആണ് നമുക്ക് കിട്ടും. മറ്റേ പ്രോബ്ലം എല്ലാം നമ്മളൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോബ്ലം മാത്രം നമുക്ക് മൊത്തം ഇൻ്റർവെല്ലിലും ഇത് യൂണിഫോം നോർമൽ കൺവേർജസ് ടു 0 ആയതുകൊണ്ട് ഇത് കൺവേർജസ് യൂണിഫോംലി ഓൺ ആർ. അപ്പോൾ 1 ബൈ എൻ സൈൻ എൻ എക്സ് പ്ലസ് എൻ എന്നുള്ള ഫംഗ്ഷൻ കൺവേർജസ് യൂണിഫോംലി ഓൺ ആർ എന്ന് നമുക്ക് കിട്ടി. ചെയ്തത് ഇത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 1 ബൈ എൻ സൈൻ എൻ എക്സ് പ്ലസ് എൻ. അതിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ ആയതുകൊണ്ട് കൺവേർജസ് ടു 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് പ്രോബ്ലം ആണ് ഈ സെക്ഷനിലെ. എഫ് എൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ് ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എഴുതേക്കുന്നത്.
അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 നമ്മൾ എടുക്കുമ്പം ലിമിറ്റ് എഫ് എൻ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ എക്സ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എക്സ് 0 വന്നാൽ ഇത് 0 ആയിപ്പോൾ, 1 വന്നാൽ എക്സ് 0 വന്നു കഴിയുമ്പോൾ ഈ ടേം 0 ആയിപ്പോൾ, എക്സ് 1 വന്നാൽ 1 - 1 ഇത് 0 ആയിപ്പോൾ. ബാക്കിയുള്ളിടത്ത് നമ്മൾ നോക്കിയേ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് ലൈസ് ബിറ്റ്വീൻ എക്സ് 0യ്ക്കും 1നും ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ എക്സ് റേസ് ടു എൻ കൺവേർജസ് ടു 0 നമുക്കറിയാൻ മേലെ. 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ എൻ ഇൻഫിനിറ്റിയോട് പോകുമ്പോൾ എക്സ് റേസ് ടു എൻ 0യിലോട്ട് പോകും. അപ്പോൾ എക്സ് റേസ് ടു എൻ 0യിലോട്ട് പോകും 0യ്ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ. 0യിൽ ഇത് 0യിലോട്ട് പോകും, 1ൽ ഈ ടേം 0യിലോട്ട് പോകും. അപ്പോൾ ഇത് എപ്പോഴും 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 എന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫ് എൻ എക്സിൻ്റെ വാല്യൂ എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 - x - 0 ഫോമിലല്ലേ വരുന്നത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 - x ആണ്. അപ്പം എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 - x. അപ്പോൾ നമുക്ക് സുപ്രീമം കാണുന്നത് നമ്മൾ എങ്ങനെയാണ്? സുപ്രീമം എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എടുക്കുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ +2-ലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ y ഇസ് ഈക്വൽ ടു, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സുപ്രീമം വേണ്ടത്. സുപ്രീമം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് മാക്സിമം അല്ലെങ്കിൽ മിനിമം അറ്റൈൻ ചെയ്യുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ dy/dx എടുക്കുവാണെങ്കിൽ n x റേസ് ടു n - 1 ഇൻറ്റു 1 - x പ്ലസ് എക്സ് റേസ് ടു n ഇൻറ്റു -1 എന്നല്ലേ പറയുന്ന ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 - x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എന്ന് പറയുമ്പോൾ n x റേസ് ടു n - 1 ഇൻറ്റു 1 - x പ്ലസ് എക്സ് റേസ് ടു n ഇൻറ്റു ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇത്. സോ ദിസ് ഈസ് ഈക്വൽ ടു n x റേസ് ടു n - 1 ഇൻറ്റു 1 - x മൈനസ് എക്സ് റേസ് ടു n വരും. ഇത് നമ്മൾ 0യോട് ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ dy/dx ഈക്വൽ ടു 0 എന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n x റേസ് ടു n - 1 ഇൻറ്റു 1 - x മൈനസ് എക്സ് റേസ് ടു n ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്താൽ n x റേസ് ടു n - 1 മൈനസ് n x റേസ് ടു n മൈനസ് എക്സ് റേസ് ടു n ഈക്വൽ ടു 0 എന്ന് വരും. സോ എക്സ് റേസ് ടു n - 1 കോമൺ ആയിട്ട് എടുത്താൽ n മൈനസ് എൻ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ ടേം x ഈക്വൽ ടു 0 ഓർ n മൈനസ് എൻ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു 0. അപ്പം n മൈനസ് n പ്ലസ് 1 എക്സ് n കോമൺ ആയിട്ട് എടുത്ത് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ n പ്ലസ് 1 എക്സ് ഈക്വൽ ടു 0. അപ്പോൾ n ഇസ് ഈക്വൽ ടു n പ്ലസ് 1 എക്സ് അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു n/n പ്ലസ് 1 വരും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ x 0 അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു n/n പ്ലസ് 1 വരും. അപ്പോൾ എഫിന് മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വന്നാൽ നമുക്കറിയാം ഈ ഇതിൻ്റെ വാല്യൂ 0യിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് y എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണല്ലോ. അപ്പോൾ y ഈക്വൽ ടു 0 വന്നാൽ 0, അപ്പോൾ അത് മിനിമമാണ്. അപ്പോൾ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ n/n പ്ലസ് 1 മാക്സിമം വരുന്നത്. അപ്പോൾ 0യിൽ മിനിമമാണ് എഫിന് മാക്സ്. അപ്പോൾ y ഹാസ് മാക്സിമം വെൻ x ഇസ് ഈക്വൽ ടു n/n പ്ലസ് 1. അപ്പോൾ x ഇസ് ഈക്വൽ ടു അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? എക്സ് റേസ് ടു n എന്ന് പറയുന്ന n/n പ്ലസ് 1 റേസ് ടു n ഇൻറ്റു 1 മൈനസ് n/n പ്ലസ് 1 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് 1 മൈനസ് n/n പ്ലസ് 1 വരും. അപ്പോൾ n റേസ് ടു n/n പ്ലസ് 1 റേസ് ടു n ഇവിടെ LC എടുക്കുമ്പോൾ n പ്ലസ് 1 മൈനസ് n/n പ്ലസ് 1 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു n റേസ് ടു n, ഈ n പ്ലസ് 1 കൂടെ വരുമ്പം n പ്ലസ് 1 റേസ് ടു n പ്ലസ് 1, ഇത് n വെട്ടിപ്പോയി 1 ആകും. അപ്പോൾ ഇത് 1/n പ്ലസ് 1, അപ്പോൾ n റേസ് ടു n ബൈ n പ്ലസ് 1 റേസ് ടു n പ്ലസ് 1 വരും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു n/n പ്ലസ് 1 റേസ് ടു n ഇൻറ്റു 1/n പ്ലസ് 1 വരും. ഇനി നമുക്കറിയാം n/n പ്ലസ് 1, n/n പ്ലസ് 1ൻ്റെ വാല്യൂ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇത് e ആണ് അല്ലേ. n പ്ലസ് 1/n നമുക്ക് ഇപ്പോൾ ഇത്ര നമുക്ക് കിട്ടി. നമുക്ക് എന്താ കിട്ടിയത്? y ഈസ് ഈക്വൽ ടു n/n പ്ലസ് 1 റേസ് ടു n ഇൻറ്റു 1/n പ്ലസ് 1 എന്ന് കിട്ടി. അപ്പം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ്
മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീമം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. സുപ്രീമം ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു, സുപ്രീമം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടി. അപ്പോൾ സുപ്രീമം ഓഫ് ദിസ് എന്ന് പറയുന്നത് n റേസ് ടു n ബൈ n പ്ലസ് 1 ഇൻറ്റു 1 ബൈ n പ്ലസ് 1 ആണ്. അപ്പം ദിസ് ടെൻസ് ടു 1 ബൈ ഇ ഇൻറ്റു 0, കാരണം നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ബൈ n എന്ന് പറയുന്നത് n പ്ലസ് 1 റേസ് ടു n എന്ന് പറയുന്നത് ഇ. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ റെസിപ്രോക്കലാണല്ലോ, അപ്പോൾ ഇത് 1 ബൈ ഇ എന്ന് പറയും. ഇനി ലിമിറ്റ് ഓഫ് 1 ബൈ n പ്ലസ് 1 എന്ന് പറയുന്നത് 0 ആയത്, അപ്പോൾ ഇത് 0 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0, കാരണം ഇത് 0യിലോട്ട് പോയി, അതുകൊണ്ട് ആ കൺവേർജൻസ് യൂണിഫോം ആണ് എന്ന് പറയും. അപ്പോൾ ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ ഫംഗ്ഷൻ എഫ് എൻ എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ലിമിറ്റായിട്ട് എടുത്താൽ എക്സ് ഈക്വൽ ടു 0യിൽ ഇത് 0, എക്സ് ഈക്വൽ ടു 1ൽ ഇത് 0, 0യ്ക്കും 1നും ഇടയ്ക്ക് നമ്മൾ ലിമിറ്റ് എടുത്താൽ എക്സ് റേസ് ടു എൻ 0യിലോട്ട് പോകുന്നതുകൊണ്ട് ഇത് 0 ആണ്. അപ്പം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ്. അപ്പോൾ ഇതിൻ്റെ സുപ്രീമം കാണാൻ വേണ്ടി നമ്മൾ ഡെറിവേറ്റീവ് 0 വരുന്ന പോയിന്റ് നോക്കുക. അപ്പം നമ്മൾ ഇതിനെ y ആയിട്ട് എടുത്താൽ dy ബൈ ഡി എക്സ് 0 വരുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു n ബൈ n പ്ലസ് 1ഉം. എക്സ് ഈക്വൽ ടു 0യിൽ മിനിമം പോയിൻ്റ് ആണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എക്സ് ഈക്വൽ ടു n ബൈ n പ്ലസ് 1 ആണ് വൈക്ക് മാക്സിമം കിട്ടുന്ന വാല്യൂ. അപ്പോൾ വൈയുടെ മാക്സിമം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കതിൻ്റെ ലിമിറ്റിലെ വേണ്ട, സുപ്രീമം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കത് 1 ബൈ ഇൻറ്റു 0 എന്ന് കിട്ടി. ഈ ഇതിൻ്റെ ലിമിറ്റ് n പ്ലസ് 1 ബൈ എന്നിൻ്റെ റേസ് ടു എന്നിൻ്റെ ലിമിറ്റ് ഇ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 1 ബൈ ഇൻറ്റു ലിമിറ്റ് ഓഫ് 1 ബൈ n പ്ലസ് 1 0 ആണ്. അപ്പോൾ ഈ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിഫോം നോം ടെൻസ് ടു 0 എന്ന് കിട്ടി. therefore ആ കൺവേർജൻസ് യൂണിഫോം ആണ്. അത് യൂണിഫോംലി കൺവേർജസ് ടു സ്മോൾ എഫ് എന്ന് പറയാൻ പറ്റും.